ഒരു പേപ്പറിൽ പഴയ പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയാണ് ഇതേ രീതിയിൽ. അപ്പോൾ ഇനി ചുറ്റും പെട്ടെന്ന് വേറെ ഒന്ന് ഇളകി പോകാതിരിക്കാൻ ഇതേ രീതിയിൽ പൊതിഞ്ഞിട്ട് നമ്മളിതാ ഇതിൻ്റെ സെൻട്രലായിട്ട് വെക്കുകയാണ്. ഇന്നത്തെ പരിപാടി കരിയിലാണ് കേട്ടോ. കുറച്ച് കരിയില കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉണങ്ങിയ നമ്മുടെ ഈ കായയുടെ തണ്ടാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. ഇത് നമ്മൾ പണ്ട് കുറേ മുന്നേ കൊടുത്തിട്ട് ഉണങ്ങിയ ആനപ്പിണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല വളമായി മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് ഉള്ളിത്തൊലിയാണ്, നമ്മുടെ സവാള ഉള്ളിയുടെയൊക്കെ തൊലിയാണ്. പിന്നെ ഇതാ കുറച്ച് പാഴ് വസ്തുക്കൾ, അതായത് പേപ്പർ വേസ്റ്റ്, വാഴത്തണ്ട്, പ്ലാസ്റ്റിക് ഒഴികളുള്ള നമ്മളെ ഈ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റാക്കി എടുക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നിപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് എന്തിനാണുള്ളതല്ലേ, നമ്മൾ ഈ മുളക് തൈ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. മണ്ണില്ലാത്ത കൃഷി. അപ്പോൾ തീരെ മണ്ണ് ഉപയോഗിക്കാതെ നമുക്ക് ഇത്തരം പാഴ് വസ്തുക്കൾ, കരിയില, ചകിരിച്ചോറ്, ചാണകപ്പൊടി, ആനപ്പിണ്ടം, നമ്മുടെ കായത്തണ്ടിൻ്റെ വേസ്റ്റ്, സവാളത്തൊലി, വേസ്റ്റായിട്ടുള്ള പേപ്പർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നിറച്ചിട്ട് നമ്മുടെ മുളക് തൈ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ പലരും കൃഷി ചെയ്യാതിരിക്കണം, മണ്ണിൻ്റെ ദൗർബല്യം കാരണം അല്ലെങ്കിൽ മണ്ണ് കിട്ടാനായിട്ട് കൃഷിയെല്ലാം ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഇത് അതുപോലെ പാഴ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുളക് തൈയോ അല്ലെങ്കിൽ എന്ത് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം, ഗ്രോ ബാഗിലൊക്കെ നിറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇവിടെ വേസ്റ്റായിട്ടുള്ള കിടക്കുന്നതുകൊണ്ട് എടുത്തുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ കരിയില എന്തായാലും വേണം, കരിയില അതുപോലെ തന്നെ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കാരണമാണ്. അതുപോലത്തെ ആനപ്പിണ്ടം മുന്നോട്ട് കൊടുത്തിട്ടാണ്. അതുപോലെ പേപ്പർ വേസ്റ്റ്, മറ്റുള്ള കാര്യങ്ങൾ, വാഴ ഇതൊക്കെ നമ്മുടെ പല സ്ഥലത്തും കൂടിക്കിടന്ന് ഇനി മഴക്കാലമാണ് വരുന്നത്. കൊതുകൊക്കെ വന്നിട്ട് വെറുതെ കെട്ടിക്കിടന്നിട്ട് വെള്ളം നിന്ന് കൊതുകൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് പാഴ്വസ്തുക്കളൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതേസമയം തന്നെ നമ്മുടെ പരിസരത്തുള്ള ചപ്പുചോറൊക്കെ ഒഴിവായിട്ട് നമുക്ക് നല്ല പരിസരം നല്ല ശുചിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഗുണം കിട്ടും ഈ സംഭവം കൊണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇത് നമ്മളൊരു ഏകദേശം ഒരു 10 ദിവസമൊക്കെ വരുവായ മുളക് തൈയാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിലാണുള്ളത്. പിന്നെ നമുക്ക് ഇതൊക്കെ നിറച്ചിട്ട് വലിയ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. അതെങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം. സാമാന്യം തരക്കേടില്ലാത്ത വലിപ്പമുള്ളൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളിതിൽ അടിഭാഗത്ത് നന്നായിട്ട് കരിയില നിറച്ച് കൊടുക്കുകയാണ്. ഒരു ലെയർ നന്നായിട്ട് കരിയില നല്ല കുത്തി അമർത്തി, കരിയിലുണ്ട്, വൈക്കോലുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കരിയില നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ തൈയിനെ എടുത്തിട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗത്തും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ എടുത്തിട്ടുണ്ട്. പേപ്പറിൽ, പഴയ പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയാണ് ഇതേ രീതിയിൽ. അപ്പോൾ ഇനി ചുറ്റും പെട്ടെന്ന് വേറെ ഒന്ന് ഇളകി പോകാതിരിക്കാൻ ഇതേ രീതിയിൽ പൊതിഞ്ഞിട്ട് നമ്മളിതാ ഇതിൻ്റെ സെൻട്രലായിട്ട് വെക്കുകയാണ്. അപ്പോൾ പേപ്പറിന് സാധാരണയായിട്ടും കുറച്ച് നമ്മൾ നനക്കണൊക്കെ സമയത്ത് ദ്രവിച്ചിട്ട് അങ്ങനെ പോയിക്കോളും. അതിനുശേഷം വേരൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് വന്നോളൂ. ഇനി ഇതിൻ്റെ സൈഡിൽ ഓരോന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ആനപ്പിണ്ടം ഇതിൻ്റെ സൈഡിൽ കയറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഓവർ നനച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞിട്ടൊക്കെ പോകാൻ സാധ്യത. അപ്പോൾ ചെറിയൊരു നന കൊടുത്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിന് ശേഷം കുറച്ച് പേപ്പർ വേസ്റ്റ് ഇതിൻ്റെയൊക്കെ സൈഡിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണില്ലാത്തവർക്കും കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാരം പൊക്കാൻ വയ്യാത്ത മിക്കവാറും കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മുടെ അമ്മൂമ്മമാരും ഒക്കെയാണ്, പ്രായമായിട്ടുള്ളവരാണ്. കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് കൃഷി ചെയ്യുന്ന അത്തരക്കാർക്കൊക്കെ അതേ രീതിയിൽ പാഴ് വസ്തുക്കളൊക്കെ നിറച്ച് കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല, വെയിറ്റ്ലെസ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഗ്രോ ബാഗ്. അപ്പോൾ എവിടെയും പൊക്കിക്കൊണ്ടുപോയിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലോ എവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് കായത്തണ്ടാണ്, ഇതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. അതൊന്നും ഇനിയിപ്പോൾ അഴുകിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകുന്ന സംഭവമല്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് സവാളത്തൊലിയാണ്. പക്ഷേ സവാളത്തൊലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പരിധിയിൽ കൂടുതലായാൽ ചീഞ്ഞിട്ട് ഫംഗസൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ സവാളത്തൊലി ഇട്ട് കൊടുക്കുള്ളൂ. സവാളത്തൊലി വളരെ കുറച്ച് മാത്രം ഇടുക. അതിനുശേഷം നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇതിൻ്റെ ചുറ്റും കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. കരിയിലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഈർപ്പം നിലനിൽക്കാൻ ഇതിനൊക്കെ ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് കരിയില. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇങ്ങനെ താഴ്ന്നു പോകും. അതുപോലെ തന്നെ നല്ല വേരോട്ടം കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മണ്ണൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കട്ടമാതിരിയൊക്കെ ഇരുന്നിട്ട് വേരോട്ടം ഇല്ലാതെ ചെടി മുരടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വേരോട്ടം കിട്ടും. അതുപോലെ തന്നെ ചെടി നന്നായി വളരും ചെയ്യും, വെയ്റ്റ്ലെസ്സുമാണ്. അപ്പോൾ ഒരുപാട് ഗുണമുള്ളൊരു സംഭവമാണ്. പക്ഷേ കുറച്ച് സമയം നമുക്ക് വേണം മാത്രം ഇതൊക്കെ ഓരോന്ന് സംഘടിപ്പിച്ച് നിറച്ച് കൊടുക്കാനൊക്കെ. അതേ രീതിയിലൊക്കെ സെറ്റാക്കി കൊടുക്കുക. ഉണങ്ങിയ വാഴൻ്റെ തണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരു പരിധിയിലധികം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവരുത്. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ ഡ്രൈ ആകുമ്പോൾ മാത്രം വേണ്ട 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം നനച്ച് കൊടുക്കുക, എടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായി വളർന്ന് കിട്ടും. പിന്നെ വളരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇതിൽ കരിയിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ രീതിയിൽ ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം. ചെറിയൊരു ഈർപ്പം മതി. ഇതേ രീതിയിൽ നനച്ചു കൊടുത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ പൊക്കി കൊണ്ടുവന്ന് നമുക്ക് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ്ലെസ് ആയിട്ട് ഓവർ വെയിറ്റ് ഒന്നും പൊക്കാതെ നമുക്ക് ഈ ഗ്രോ ബാഗിലൊക്കെ ഫുള്ള് മണ്ണ മാത്രം നിറച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് വന്നിരുന്നു. ഇതിപ്പോൾ വളരെ വെയിറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ ചെടി നന്നായി വളരും ചെയ്യും. നമുക്ക് ഇതേ രീതിയിൽ കൃഷി ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് ഒഴികെ നമുക്ക് ഉണങ്ങിയ ഏത് വസ്തുക്കളും ഉപയോഗിക്കാം. നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ളത് പച്ചപ്പുള്ളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഴുകലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് മാത്രം നനച്ചു കൊടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.